അങ്ങനെ ഉണ്ടെങ്കിലൊരു യുദ്ധം നടക്കില്ലേ? മാത്രമല്ല ഈ എക്സൈറ്റിന് എന്ത് ചെയ്യും? അതൊക്കെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ നോക്ക് POKയിൽ അവരുടെ സമരം ജസ്റ്റിഫൈഡാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അവർ പറയുന്നത് ഞങ്ങളാണ് പാകിസ്ഥാനിൽ വൈദ്യുതി ഉൽപ്പാദനത്തിൽ നമ്പർ 1. ആ ഭാഗത്താണ് ഈ നമ്മളുടെ ജലവൈദ്യുത പദ്ധതികൾ കൂടുതലും ആ ഭാഗത്താണ്. 2 രൂപയ്ക്കാണ് ഞങ്ങൾ ഈ ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ 19 രൂപയാണ് ഒരു യൂണിറ്റിന് പാകിസ്ഥാനിലെ റേറ്റ്. ആ 19 രൂപ ഞങ്ങളും കൊടുക്കണമെങ്കിൽ ഒരു യൂണിറ്റ് വൈദ്യുതി എനിക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ 2 രൂപയ്ക്ക് ഞാൻ ഉണ്ടാക്കണം, എന്നിട്ട് 19 രൂപയ്ക്ക് ഞാൻ തന്നെ മേടിക്കണം. ഇതെന്ത് പരിപാടിയാണ്? വാസ്തവത്തിൽ ലോജിക്കലി ആലോചിച്ച് നോക്കി. നമ്മുടെ നാട്ടിൽ ഇടുക്കിക്കാർ പറയുകയാണ് ഞങ്ങൾ 1.5 രൂപയ്ക്കാണ് വൈദ്യുതി ഉപയോഗിക്കുന്നത്, എന്നിട്ട് എറണാകുളത്തുകാർ 6 രൂപയ്ക്ക് വൈദ്യുതി മേടിക്കുന്നു, ഞങ്ങളും 6 രൂപയ്ക്ക് മേടിക്കുന്നു. ഇതെന്ത് മര്യാദ എന്ന് ഇടുക്കിക്കാർ ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലത്തെ ഒരു ചോദ്യമാണ് POKയിലെ ആൾക്കാർ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പക്ഷേ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പലപ്പോഴും യോജിപ്പാണ്. അവർ പറയുന്നത് ഞങ്ങൾ ആസാദ് കാശ്മീരാണെന്ന്, ഞങ്ങൾ പാകിസ്ഥാനല്ല. നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ വേറെയാണ്, ഞങ്ങൾ ആസാദ് കാശ്മീരാണ്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങൾ എന്ന് വിചാരിക്കുമ്പോഴാണ് നിങ്ങളുടെ ആർഗ്യുമെൻറ്റ് ശരിയാകുന്നത്. ഞങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗമല്ല, ആസാദ് കാശ്മീരാണ്. നിങ്ങൾ ബലം പ്രയോഗിച്ച് ഞങ്ങളുടെ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നു, ഞങ്ങളെ ഒപ്രസ് ചെയ്യുന്നു. അപ്പോൾ ന്യായം ഇവർ പറയുന്നതല്ലേ? അപ്പോൾ അങ്ങനെ 2 വശത്ത് ന്യായമുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് അവിടെ നടക്കുന്നത്. അതാ ബേസിക്കലി ഞാൻ പറഞ്ഞത്, സ്വന്തം ജനങ്ങളാണ് പാകിസ്ഥാൻ, ഇത് നമ്മുടെ ആൾക്കാരാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ പാകിസ്ഥാൻ അവിടെ വെടിവെക്കുകയില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. ആരെങ്കിലും അവിടെ ചാടി വീഴും, സംസാരിക്കാമെന്ന് പറയും, ചർച്ച ചെയ്യാമെന്ന് പറയും, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അല്ലാതെ വെടിവെച്ച് തീർക്ക് എത്ര പേര് 10-200 പേരെ കൊന്നു, 500 പേർക്ക് 400 ആയെന്ന് പറയുന്നു. അത് എണ്ണം ഇങ്ങനെ കൂടി വരും. അവർ ഭയങ്കര ഡയറിങ്ങുമാണ്. പാകിസ്ഥാൻ്റെ ഈ ബിഹേവിയർ ഉണ്ടല്ലോ, ഈ പഞ്ചാബി മുസ്ലിംസ് മാത്രമാണ് പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ. ബാക്കിയുള്ളവരൊക്കെ എന്തോ ആശ്രിതരോ വേലക്കാരോ ഒക്കെയാണ്. ബലൂചിസ്ഥാനിലെ ആൾക്കാർ, സിന്ധിലെ ആൾക്കാർ, ഈ പാക്കൊക്കെ ഉപ്പയിൽ കാശ്മീർ, ഇപ്പം അവരുടെ അജിറ്റേഷൻ മൊത്തം POKയിൽ പോയിട്ടില്ല. ഗിൽഗിറ്റ് ബാൾക്കിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വടക്കുള്ള കുറേ സ്ഥലങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. കലാപം അങ്ങോട്ട് വ്യാപിക്കും താമസിയാതെ. ഇവരൊക്കെ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസാണ്. പഞ്ചാബി മുസ്ലിംസാണ് ഇവിടെ വലിയ ആൾക്കാർ, സുന്ദരന്മാർ, സ്വാധീനമുള്ളവർ, പട്ടാളക്കാർ, ഇവരൊക്കെ. ഇവർ കൂടുതലും രാജസ്ഥാനിൽ നിന്നോ പഞ്ചാബിൽ നിന്നോ ഒക്കെ പോയ ഹിന്ദുക്കൾ കൺവേർട്ടായവർ, ഇവിടെ വെച്ച് കൺവേർട്ടാകുകയും ഓടി അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്ത മിക്സ് സാധനമാണ്. ഈ നമ്മളുടെ ആസിം മുനീറൊക്കെ പ്യുവർ മുസ്ലിമല്ല. അയാളുടെ അച്ഛൻ ഹിന്ദു ആയിരുന്നു, അച്ഛൻ കൺവേർട്ട് ചെയ്തതാണ്. അങ്ങനെ ആസിം മുനീർ മുസ്ലിമായി. ഇങ്ങനെയൊക്കെയുള്ള ചരിത്രമാണ് അവരുടെ. ബട്ട് സ്റ്റിൽ പഞ്ചാബി മുസ്ലിംസ് ഫീൽ ദാറ്റ് പാകിസ്ഥാൻ ബിലോങ്സ് ടു അസ്. ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്, ബട്ട് ചോട്ടാകളാണ്, സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ്. ഈ ബംഗ്ലാദേശ് ഉണ്ടാകാൻ കാരണം ഈ ഒരു മനോഭാവം ആയിരുന്നല്ലോ. അതെ. ബംഗ്ലാദേശിന് അവർക്കാണ് കൂടുതൽ MP മാർ, ജനസംഖ്യ കൂടുതൽ അപ്പുറത്തായിരുന്നു. MP മാർ കൂടുതൽ അവരുടെ ആണെങ്കിലും ഭരണം ഇവരുടെയാണ്, പടിഞ്ഞാറൻ പാകിസ്ഥാനികളുടെ. അങ്ങനെയാണ് ആ പ്രശ്നം തുടങ്ങുന്നത്. ബംഗാളികൾ ഇവർക്ക് വെറുപ്പാണ്. ബംഗാളികൾക്ക് പൊക്കം കുറവാണ്, ബംഗാളികൾ കറുത്തവരാണ്, പതിഞ്ഞ മൂക്കുള്ളവരാണ്. ഇതൊക്കെ പാകിസ്ഥാൻകാർക്ക് വെറുപ്പാണ്. പാകിസ്ഥാൻകാർക്ക് ഈ പത്താൻ ഒറിജിനുള്ള അവരുടെ ഈ ഇമ്രാൻഖാനൊക്കെ ഇല്ലേ, സുന്ദരൻ, മുഖത്ത് ചോര തൊട്ടെടുക്കാം, അത്രയ്ക്ക് വസീം അക്രം മോഡൽ, ആ മോഡൽ അവരായിരിക്കണം ഭരണാധികാരി. അല്ലാതെ ഈ ബംഗ്ലാദേശിയാർ ചുമ്മാ ഒരുമാതിരി 5 അടി പൊക്കം തികച്ചില്ല, പതിഞ്ഞ മൂക്കുമൊക്കെ ആയിട്ട്. ബംഗാളിൻ്റെ ആ ഒരു പ്രത്യേകതയാണ്. അപ്പം ലുക്ക് മമതാ ബാനർജി, പൊക്കം വളരെ കുറഞ്ഞ് മെലിഞ്ഞ് അങ്ങനെ. അപ്പോൾ അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് പരമസുന്ദരികളെ വേണം. ബേനസീർ ഭുട്ടോ വിശ്വൈക സുന്ദരിയായിരുന്നല്ലോ കണ്ടാൽ. സത്യമാണ് താനും കേട്ടോ, കണ്ടാൽ പരമസുന്ദരന്മാരാണ് ഇവരൊക്കെ. അത്തരം കോംപ്ലക്സൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ.